പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ എത്രയൊക്കെ പുറത്തു വന്നാലും അതിനെയെല്ലാം ന്യായീകരിക്കുക എന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല എന്നായിരിക്കുന്നു. പോലീസ് നടത്തുന്ന കാടത്തങ്ങളും ഗുണ്ടായിസവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും എല്ലാം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. അതൊക്കെ മറ്റുള്ളവർ പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പിണറായിയുടെ ന്യായം. ഇതിപ്പോൾ വന്ന് എത്രാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുമായിരിക്കും 1901 അത്രയ്ക്കായിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ. CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിക്ക് അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാകുന്നത് എങ്ങനെയായിരിക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. ഓരോ ദിവസവും ഓരോന്ന് എന്ന നിലയ്ക്ക് പുതിയ സംഭവങ്ങളും വാർത്തകളും പുറത്തു വരുമ്പോഴും ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണത്രേ. യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റ 2 വർഷം മുൻപത്തെ CCTV ദൃശ്യങ്ങൾ അടുത്തിടെ പുറത്തു വന്നത് മുതലാണ് പോലീസിന്റെ ഗുണ്ടായിസം നാട്ടിൽ വീണ്ടും ചർച്ചയായി തുടങ്ങിയത്. സുജിത്തിന്റെ വാർത്തയും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ PG പോലീസ് സ്റ്റേഷനിൽ പരാതി ഒത്തുതീർപ്പാക്കാൻ ചെന്ന വ്യാപാരിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. അതും സമാനമായ കാലത്ത് നടന്നതായിരുന്നു. ഈ സമയത്തെല്ലാം കൊടുമ്പിരി കൊണ്ട വിവാദങ്ങൾ നടന്നപ്പോഴും മുഖ്യമന്ത്രി മൗനം ഭജിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്നലെ ഇടതുമുന്നണി യോഗത്തിലാണ് മുഖ്യമന്ത്രി മൗനത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തെത്തിയത്. 40 മിനിറ്റ് നീണ്ട സംസാരം. അതിൽ ഉടനീളം മുഖ്യമന്ത്രിയുടെ ശ്രമം പോലീസിനെ വാഴ്ത്തപ്പെട്ടവരാക്കുക എന്നതായിരുന്നു. പോലീസിൽ വാഴ്ത്തപ്പെടേണ്ടവർ ഇല്ല എന്നല്ല, ചുരുങ്ങിയ പക്ഷം ഇത്തരം പുഴുക്കുത്തുകളെയെങ്കിലും തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. 40 മിനിറ്റ് എടുത്ത് കേരളത്തിലെ പോലീസ് അതിക്രമങ്ങളിൽ വിശദീകരണം നടത്തിയ മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ രത്നച്ചുരുക്കം ഇതാണ്: പുറത്തു വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ശരിയാ, ഇതിപ്പോ എത്രാമത്തെ ഒറ്റപ്പെട്ടതാണെന്നേ സംശയമുള്ളൂ. ചെറിയ വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നതാണ് അടുത്ത മുഖ്യമന്ത്രിയുടെ മറുപടി. അതെ, ഒരുത്തന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുന്നതൊക്കെ നിസ്സാര കാര്യമല്ലേ? മറ്റൊരു കാര്യം, പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകില്ല. അതില്ല. പരാതി പറയാൻ ചെന്നവനെയും വഴിയിൽ നിന്നവനെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോയി ഉടുമുണ്ടൂരി തല്ലുന്നതൊക്കെ ഒരു തെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ പറയാൻ 40 മിനിറ്റ് പോയിട്ട് 40 സെക്കൻഡ് വേണ്ടല്ലോ സാർ. ഇതാണെങ്കിൽ ഇങ്ങനെ വിശദീകരിച്ച് മെനക്കെടേണ്ട കാര്യമുണ്ടോ? ഇനി കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നതുപോലെയാണ് LDF കൺവീനറുടെ കാര്യം. ഇപ്പോൾ ഉയർന്നു വരുന്നതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള കേസുകളാണ് എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. UDF കാലത്ത് ഏതെങ്കിലും പോലീസുകാരനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെ UDF കാലത്ത് നടന്നതൊക്കെ അനുകരിക്കാനാണെങ്കിൽ LDFനെ അധികാരത്തിൽ കയറ്റേണ്ടതില്ലല്ലോ സാർ. 50 കൊല്ലം മുൻപത്തെ ലോക്കപ്പ് മർദ്ദനം ഇന്നും വീമ്പ് പറയുന്നവരാണ് 2 വർഷം മുൻപ് നടന്നതൊക്കെ വർഷങ്ങൾ മുൻപ് നടന്നതാണ് എന്ന് പറയുന്നത്. എന്തൊരു കഷ്ടമാണ്. ഇനി ചില കണക്കുകൾ നോക്കാം. പോലീസിന്റെ പരാതി പരിഹാര അതോറിറ്റിയിൽ 2012 മുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലഭിച്ചത് 5218 പരാതികളാണ്. ഇതിൽ 5152 തീർപ്പാക്കി. ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് 2017 808. ഏറ്റവും കുറവ് കഴിഞ്ഞ വർഷം 94. ഈ വർഷം ഇതുവരെ 45 പരാതികൾ ലഭിച്ചു. ഇതിൽ 14 തീർപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ടും സംസ്ഥാനത്ത് പോലീസ് അതിക്രമം സംബന്ധിച്ച് വ്യാപകമായി പരാതി ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ പരാതി പരിഹാര അതോറിറ്റി അധ്യക്ഷനായ ജസ്റ്റിസ് BK മോഹനനും പറയുന്നത്. കുന്നംകുളത്തെയും പീച്ചിയിലെയും പോലീസ് അതിക്രമങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ് അടുത്ത കാലത്ത് വലിയ വിവാദമായത്. ആദ്യം കുന്നംകുളത്തെ മർദ്ദനവും അതിൽ നിന്ന് ധൈര്യം ലഭിച്ച പീച്ചിയിലെ ഹോട്ടൽ വ്യവസായിയും തനിക്കേറ്റ ദുരനുഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. രണ്ടും ഏതാണ്ട് ഒരേ കാലയളവിൽ നടന്നതായിരുന്നു. പിന്നീട് മാലപ്പടക്കം പൊട്ടുന്നത് പോലെയായിരുന്നു പോലീസ് ഭീകരതയുടെ ദൃശ്യങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത്, പഴയ കഥകളും പുറത്തു വന്നത്. ഭരണപാർട്ടിയായ CPMന്റെ ലോക്കൽ സെക്രട്ടറിക്കടക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മർദ്ദനമേറ്റുവെന്ന് വെളിപ്പെടുത്തുമ്പോൾ എത്രത്തോളം കിരാതമായിരിക്കും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്കും LDF കൺവീനർക്കും അതൊക്കെ ഒറ്റപ്പെട്ട നിസ്സാര സംഭവങ്ങളാണ്. ഒന്ന് ഓർത്തു നോക്കൂ. 2016 പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം 9 വർഷത്തിനിടെ 1/2 ഡസനോളം ആളുകളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച് വിട്ടയച്ച ശേഷവും മരണപ്പെട്ടത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ സ്റ്റേഷനുകളിലെ ഇടിമുറിയിൽ നടക്കുന്നത്? ലോക്കപ്പ് മർദ്ദന കേന്ദ്രമാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന LDF കൺവീനർ ഇതിനുകൂടി മറുപടി പറയണം.
2017 തൃശൂർ ഏങ്ങണ്ടിയൂരിലെ 18 വയസ്സ് മാത്രം പ്രായമുള്ള വിനായകൻ എന്ന ദളിത് യുവാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തില്ലേ? 2018 വരാപ്പുഴയിലെ ശ്രീജിത്ത് ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിനിരയായാണ് കൊല്ലപ്പെട്ടത്. 2019 വാഗമൺ സ്വദേശിയായ രാജ്കുമാർ പോലീസ് കസ്റ്റഡിയിലാണ് മരിച്ചത്. 2020 തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ കോവിഡ് നിരീക്ഷണ കേന്ദ്രമായ അമ്പിളിക്കല ഹോസ്റ്റലിൽ കഞ്ചാവ് കേസ് പ്രതി ഷമീർ, 2022 വടകരയിലെ സജീവൻ, 2023 മലപ്പുറം താനൂരിലെ താമിർ ജിഫ്രി ഇവരൊക്കെ കൊല്ലപ്പെട്ടവരാണ്. അതും പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായി. 2025 എത്തുമ്പോൾ തൃശൂരിലെ കുന്നംകുളം, പീച്ചി സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങൾ പറയുന്നത് ജനമൈത്രി പോലീസ് എന്നാണെങ്കിലും ഇടിമൈത്രി പോലീസ് എന്നായിരിക്കും ശരിക്കും വിളിക്കേണ്ടത്. കേരള പോലീസിന്റെ ജനമൈത്രി ജനങ്ങളെ സേവിക്കുന്നതിലാണോ അതോ മനുഷ്യന്മാരെ ഇടിച്ചു കൊല്ലുന്നതിലാണോ എന്നാണ് സംശയം. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവയൊക്കെ ഒറ്റപ്പെട്ടതെന്ന് പറയാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു മുഖ്യമന്ത്രി? എത്ര കാലം ഇങ്ങനെ പോലീസിന്റെ മനോവീര്യം എന്നൊക്കെ പറഞ്ഞ് അക്രമ സംഭവങ്ങളെ ന്യായീകരിച്ച് നടക്കും? മനുഷ്യന് സമാധാനമായി ജീവിക്കാനുള്ള അന്തസ്സിനും അവകാശങ്ങൾക്കും ഒരു വിലയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, എല്ലാ കോട്ടക്കൊത്തളങ്ങളും പുരാവസ്തുക്കളാകുന്ന എല്ലാ ഇടിമുറികളും ഇടിഞ്ഞു വീഴുന്ന ഒരു കാലം ഇനി വരാനുണ്ട്.